കുട്ടച്ചൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചധികം ഓർക്കാപ്പുളി ഇട്ടിട്ടോ. ഓർക്കാപ്പുളി വെച്ചാൽ ആ ഇരുമ്പും പുളി അതന്നെ നമ്മുടെ അവിടെ ഓർക്കാപ്പുളി എന്ന് പറയാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അച്ചാറിടൊന്നല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ 4ആയിട്ട് കീറിയിട്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് ഉണക്കുകയാണ്. അപ്പോൾ ഇതേ ഒരു ഓർക്കാപ്പുളി എടുത്തിട്ട് ചേർക്കാൻ നല്ല തീറ്റ വന്നിട്ട് കേട്ടോ. കണ്ടിട്ട് എനിക്ക് തന്നെ വായ പൊളിക്കുന്നത്. എന്നിട്ട് ഇത് 4ആയിട്ട് കീറിയിട്ട് ഒരു ബക്കറ്റിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ടിട്ട് നല്ലോണം കുടഞ്ഞു കൊടുക്കുക. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു 1/2 ബക്കറ്റൊക്കെ ഓർക്കാപ്പുളി ഉണ്ട്. എന്നിട്ട് നല്ലോണം കുടഞ്ഞു കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വയ്ക്കുക. വെയിലത്ത് വെച്ച് ഒന്ന് തിരിച്ചും മറിച്ചിടുക. അന്ന് തന്നെ നല്ല വെയിൽ കൊള്ളിക്കണ്ട. ഇതിപ്പോൾ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. പിറ്റേ ദിവസം മുതലാണ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കേണ്ടത്. ഇത് വെയിലത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് ഒരു യെല്ലോ കളറൊക്കെ ആയിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ കുറേ ഇരുന്ന് തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇരുന്ന് തിന്നാൻ. നമ്മുടെ വീട്ടിൽ അധികം വെയിലൊന്നുമില്ല കേട്ടോ. ഈ വളരെ കുറച്ച് വെയിലേ ഉള്ളൂ. പിന്നെ ടെറസിൽ ഇടാച്ചാൽ ടെറസിലോട്ട് കയറാനും കഴിയില്ല. പിന്നെ മുറ്റം 24 മണിക്കൂറും ഇവൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അപ്പോൾ ഇവിടെ വെയിലത്തിട്ട് ഉണക്കുക എന്ന് പറയുന്നത് പോസിബിളേ അല്ല. അതുകൊണ്ട് മേമ തന്നെ നമുക്ക് 3-4 ദിവസം നല്ല ഉണക്കി സാധനം സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നപ്പോൾ ഈ ഉണക്കവത്തൽ പോലെ ആയിട്ടുണ്ട്. അത്രയ്ക്കും ഉണങ്ങി ചുങ്ങി നമ്മൾ ഇട്ട ഓർക്കാപ്പുളിയെന്ന് പറയേയില്ല. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇനി ഈ സാധനം നല്ല കുപ്പിയിൽ ആക്കി സൂക്ഷിച്ച് എത്ര കാലം വേണമെങ്കിലും വെക്കാം. ഇനി ഞാൻ മീൻകറീൻ്റെ റെസിപ്പിയൊക്കെ ഇടാണ്ട് കേട്ടോ.